ചിരിച്ചോളാൻ പറഞ്ഞില്ലേ? വോട്ട് കിട്ടിയില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. നല്ല കമ്മ്യൂണിസ്റ്റുകാർ നമുക്ക് വോട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ഇടതുപക്ഷ സഹയാത്രികരെ കണ്ട ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പിൽ പോയപ്പോ? ഇപ്പൊ ഇടതുപക്ഷ സഹയാത്രികർ അവരൊക്കെ നല്ല മനുഷ്യരാണ്. ഇടതുപക്ഷം വരും, വന്നാൽ നല്ലത് ചെയ്യും, നാടിന് മാറ്റമുണ്ടാകും എന്ന് നന്ന രീതിയിൽ ചിന്തിച്ച ആളുകളാണ്. അവരൊക്കെ ഇപ്പൊ മാറ്റി പറയാൻ തുടങ്ങിയില്ലേ? കവി സച്ചിദാനന്ദൻ ഇന്നലെ എന്താ പറഞ്ഞത്? അയ്യോ തുടർ ഭരണം വേണ്ട. നോവലിസ്റ്റ് സാറ ടീച്ചർ എന്താ പറഞ്ഞത്? പിണറായി 3 വേണ്ട അല്ലേ പറഞ്ഞത്? വേണ്ട. ഞാൻ ഈ പിണറായി 3 എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ഞാൻ. എന്താ കാര്യം എന്നറിയാം? അത് കേൾക്കുമ്പോഴാണ് ആളുകൾ തലയിൽ കൈവയ്ക്കുന്നത്. ദൈവമേ, ഇവന്മാര് 3ാമതും വരുവാണ്. അപ്പോഴാണ് ആളുകൾക്കൊരു ബോധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് അവർ പറഞ്ഞോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവര് സർവത്ര അഴിമതിയാണ്. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി, രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റി, പാർട്ടിക്കാരുടെ ഫണ്ട് വരെ അടിച്ചു മാറ്റും. ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ എന്താ നടന്നത്? എത്ര കോടിയാണ് അടിച്ചു മാറ്റിയത്? ഇപ്പൊ അടിച്ചു മാറ്റി ആരെങ്കിലും കാണാനുണ്ടോ? അങ്ങോട്ട് സമരം ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് സമരം ചെയ്താൽ പോലീസുകാരന് ലാത്തിയുടെ അറ്റം ഒടിഞ്ഞു, ബാരിക്കേഡ് വളഞ്ഞു എന്നൊരു PDDP ആക്ടില് DCC കോൺഗ്രസ് UDF നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുക. ഞാൻ ആ കേസെടുക്കുന്ന കള്ളക്കേസെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടൊന്ന് പറഞ്ഞേക്കാം, ചെവിയിൽ നുള്ളിക്കോ. കള്ളക്കേസെടുത്ത് ഈ കള്ളന്മാരെ സംരക്ഷിക്കാൻ കള്ളക്കേസെടുത്താൽ ഇത് അങ്ങോട്ട് മാർച്ച് ചെയ്യാൻ പാടില്ല. മാർച്ച് ചെയ്യാതിരിക്കാൻ, സമരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജാമ്യമില്ലാത്ത കേസെടുക്കുന്ന പരിപാടി നിർത്തിക്കും. അത്രേ പറയുന്നില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തി ശീലമില്ലാത്ത ആളാണ്, എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി കള്ളക്കേസ്, അതായത് 100 കോടി കട്ടവനെതിരെ ഒരു കുഴപ്പമില്ല, 100 കോടി കൊട്ടവർക്കെതിരെ ഒരു കുഴപ്പമില്ല. എവിടെ അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റാമെങ്കിൽ പിന്നെ എവിടെ കൈയിട്ട് വാരിയാലും ഇവർ എടുത്തുകൊണ്ട് പോയില്ലേ? ഇതാണ് കേരളത്തിൽ മുഴുവൻ നടക്കുന്നത്. നാട് മുഴുവൻ ക്രിമിനലുകളാണ്, ഗുണ്ടകളാണ്. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് ഞാൻ നോക്കിയപ്പോ പരോളാണ്. ഒരാൾക്ക് പരോള് 1000-ലധികം ദിവസം, 3 കൊല്ലമായി. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കുമ്പോഴോ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖം വന്നാലേ പരോൾ കൊടുക്കാൻ പാടില്ല. ഇവന്റെയൊക്കെ ബന്ധുക്കൾ 1000 ദിവസം മരിച്ച, അല്ലെ 1000 ദിവസം സീരിയസ് ആയ 1000-ലധികം ദിവസം. ഇനി ജയിലിലാണെങ്കിൽ അതിന് അവർക്ക് ഇഷ്ടം ജയിലിൽ കിടക്കാനാണ്. എന്താണെന്നറിയാമോ? ജയിലിൽ കിടന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ്. ഏതാ മോൻസെ? iPhoneന്റെ 17 ആണ്. അത് 18 ആയ അപ്പൊ തന്നെ ജില്ലാ കമ്മിറ്റിക്കാർ കൊണ്ട് അത് മാറ്റി 18 മേടിച്ചു കൊടുക്കും അവന്മാർക്ക്. ലേറ്റസ്റ്റ് ഫോൺ ഇല്ലെങ്കിൽ അവന്മാര് അവിടെ കിടക്കൂല. ഏത്? ചന്ദ്രശേഖര കൊലക്കേസിലെ പ്രതികളാ. പിന്നെ ഭക്ഷണം തലേദിവസം പറയും, രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്, രാത്രി തണ്ടൂരി ചിക്കൻ. പിന്നെ മറ്റത് നേരത്തെ തലയാഴ്ച ഏത് ബ്രാൻഡാണെന്ന് പറയും, അത് കൊണ്ടേ കൊടുക്കും. അപ്പൊ ജില്ലാ കമ്മിറ്റി, CPM ജില്ലാ കമ്മിറ്റി. സംഭവം എന്താണെന്നറിയോ? പേടിച്ചിട്ടാണ്. ഒരു ഗൂഢാലോചനയുണ്ട് TP ചന്ദ്രശേഖര കേസിൽ. ആ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് ഈ പ്രതികൾ പുറത്തു പറയുന്ന അവന്മാരെ എപ്പോഴും പേടിപ്പിക്കും. അവര് പുറത്തു പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റുകാരിൽ നടക്കണ പലരും ജയിലിൽ പോകും. അതുകൊണ്ട് അവര് ചോദിക്കണൊക്കെ കൊടുക്കുക. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, പാവങ്ങളല്ലേ അവര്, ഒരു AC കൂടി വെച്ച് കൊടുക്കാൻ പറഞ്ഞു ജയിലിൽ. ഞാൻ അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇനി പുറത്തു കൊണ്ടുപോവാണ്, വേറെ ജയിലിൽ കൊണ്ടുപോവാണ്, വേറെ പോലീസ് സ്റ്റേഷനിലോ അന്വേഷണം, വേറെയും കേസുണ്ടല്ലോ, അവിടെ ഇന്ന് കൊട്ടേഷന്റെ പരിപാടിയുണ്ട്, മയക്കുമരുന്ന് കച്ചവടം എല്ലാവരും ചെയ്യും. പോണ വഴിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ അവന്മാർ കയറുള്ളൂ. പോലീസുകാർ വിലങ്ങൊക്കെ അയച്ച്, വിലങ്ങൊന്നും വെക്കൂലേ അവർക്ക്, പുറത്ത് നിന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി വെള്ളം അടിച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകും. ഇത്രയും സൗകര്യം ആർക്കാണുള്ളത്? ഇത്രയും സൗകര്യം. പിന്നെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു യോഗത്തിൽ പ്രസംഗിച്ചാണ്. സാങ്കേതിക വിദ്യ മനോഹരമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. ഞാനിങ്ങനെ തപ്പി നോക്കി, എവിടെയൊക്കെ നോക്കി, ഈ സാങ്കേതിക വിദ്യ എവിടെ നടപ്പാക്കിയത് കഴിഞ്ഞ മാസം മനസ്സിലായത്. ഇപ്പൊ ജയിലിൽ പരോള് കിട്ടാൻ വേണ്ടി ഈ പ്രതികള് ഒരു DIGക്ക് ഗൂഗിൾ പേ വഴി കൈക്കൂലി അയക്കും. ഗൂഗിൾ പേയിൽ കൈക്കൂലി 1 ലക്ഷം 2 ലക്ഷം ഒക്കെ അയക്കും. അപ്പൊ ഗൂഗിൾ പേ വഴി കൈക്കൂലി നടത്താം എന്ന സാങ്കേതിക വിദ്യ നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാന കേരളം. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇതെല്ലാം